അവിടെ വരുന്ന ആളുകൾക്ക് ചിലർക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു. ചിലർക്ക് വേണ്ടത് ചികിത്സയാണ്. അതിനാവശ്യമായ മരുന്നും മന്ത്രവും അവിടുന്ന് ലഭിക്കുന്നു. മന്ത്രം മുഖേന ചികിത്സിക്കാമെന്ന് ഇസ്ലാമിലുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം എന്നാരോ ഒരാൾ പറഞ്ഞതായി പത്രത്തിൽ വായിച്ചു. അയാൾക്ക് അങ്ങനെ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവുമോ? ഇസ്ലാമിലുണ്ട്, ഇന്ന കിതാബിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഫാത്തിഹാ സൂറത്ത് മന്ത്രിച്ച് രോഗം ശമിപ്പിക്കുകയും അതിന് പ്രതിഫലം വാങ്ങുകയും ചെയ്തു സഹാബിമാർ എന്ന ചരിത്രം വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചാൽ ഈ പറഞ്ഞ ആൾക്ക് മനസ്സിലാവുമോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മന്ത്രങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അന്ത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാ ലാ യുഗാദിറു സഖ്മൻ വലാ അലമ. ഉദാഹരണമാണ്. ഇങ്ങനെ ധാരാളം മന്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലം മുതൽക്കേ അവിടെ നടന്നിരുന്നു ചില മന്ത്രങ്ങൾ. സഹാബിമാരിൽ ചിലർ ഞങ്ങൾ മുമ്പും മന്ത്രിച്ചിരുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഏരിലു അലയ്യ റുക്കാക്കും, നിങ്ങളുടെ മന്ത്രം എന്താ നിങ്ങൾ മന്ത്രിക്കുന്നത് എനിക്ക് കാണിക്കുക. എന്നിട്ട് പറഞ്ഞു, ലാ ബഅസ ബിർറുക്കാ ലൈസ ഫീഹി ശിർക്ക്, റവാഹു മുസ്ലിം. ശിർക്കില്ലാത്ത മന്ത്രത്തിന് യാതൊരു വിരോധവുമില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ മരുന്നുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ നിർദ്ദേശിച്ചിരുന്നു. കരിഞ്ജീരകത്തെക്കുറിച്ച് പറഞ്ഞു. അത് വലിയ ഒരു മരുന്നാണ്. ഒരുപാട് രോഗത്തിന് അതുകൊണ്ട് ശമനം ലഭിക്കും. തേൻ അത് മരുന്നാണ്. ഒരുപാട് രോഗത്തിന് അതിനൊരു ശമനം ലഭിക്കും. സുനാമക്കി അതൊരു മരുന്നാണ്. അതുകൊണ്ട് ഒരുപാട് രോഗത്തിന് ശമനം ലഭിക്കും. ഇങ്ങനെ മരുന്നുകളുടെ ചികിത്സയും നിർദ്ദേശിച്ചിരുന്നു. മന്ത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്നു. അതാണ് ഇവിടെ പാണക്കാട് നടക്കുന്നത്. പരിശോധിക്കാം. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റ് ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജ്‌ലിസ് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് പറയണത്, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു. നമ്മുടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തതുകൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും. അപ്പോൾ അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, ഞാനാണ് ആ ആൾ, എൻ്റെ സുഖക്കേടാണ് മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു. നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആൾ, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പാണക്കാടില്ല. അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ ദിക്റും സലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ ഇങ്ങനെ അഭിനയിക്കാം. എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്. അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ. യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു. ഇത് ഫോണിങ്ങനെ ഇരിക്കും. അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെക്കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ
ഷെയ്ഖ് മുറബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ കുറേ മുരീദമാരും ഖലീഫമാരുമൊക്കെ ഉണ്ടായിരുന്ന ആലുവ സുൽത്താൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടു, സംസാരിച്ചു. അദ്ദേഹം ഉൾക്കൊണ്ട ഒരു പുസ്തകത്തിലെ ഒരു കഥ എടുത്തിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ ഷെയ്ഖിൻ്റെ പുസ്തകത്തിൽ കുൻ എന്ന് പറഞ്ഞാൽ അത് 5 ഹർഫുകളാണെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരാണെന്നും നിങ്ങളുടെ ഷെയ്ഖിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ, എന്താണത്? എങ്ങനെ കുൻ 5 ഹർഫായത്? കാഫ് 1, അതിൻ്റെ ലമ്മ് മറ്റൊരു ഹർഫ്, നൂനിൻ്റെ വളയൽ ഒരു ഹർഫ്, അതിൻ്റെ പുള്ളി ഒരു ഹർഫ്, അതിൻ്റെ സുക്കൂൻ ഒരു ഹർഫ്, ഇങ്ങനെയാണ് 5 ഹർഫ്. അപ്പോൾ ഈ 5 ഹർഫുകളാണത്. ഈ 5 ഹർഫുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പാക്കെ പഞ്ചത്തൻ, 5 പരിശുദ്ധാത്മാക്കളാണ്. അത് റസൂലുള്ള, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല യുടെ ഇറാദത്തിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്കാണത് എന്നാണ് മുഫസ്സിറുകളൊക്കെ പറയുന്നത്. ഒരു കാര്യം ഉണ്ടാകണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ അതിനോട് കുൻ എന്ന് പറയും, അപ്പോൾ അതുണ്ടാകും എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഇറാദ, ആ ഇറാദയെക്കുറിച്ച് പറയുന്നതാണ് കുൻ. അപ്പോൾ ഇതെന്താ നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ? അത് നിങ്ങൾക്ക് തിരിയില്ല അറിഞ്ഞു. വേഗങ്ങളുടെ മറുപടിയാണല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്കത് മനസ്സിലാകൂല. ഒരാളെ പറഞ്ഞു തന്നു, ഇയാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആളിപ്പോൾ ഇന്ന് രാജിവെച്ച് പോന്നു. അയാൾക്ക് തിരിയെന്ന് പറഞ്ഞപ്പോൾ ആ ആളവിടെ ഉണ്ട്, അയാളറിന്ന് രാജിവെച്ച് പോന്നു. അങ്ങനെ പലരും രാജിവെച്ച് പോരുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഡ്യൂപ്ലിക്കറ്റുകൾ ഇവിടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ശരിയാണ്. അതേതാണ് തെറ്റ്, ഏതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. അതിന് ഈ ഡ്യൂപ്ലിക്കറ്റുകളുടെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും അവരെ തരം താഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥ വന്നാൽ കേരളത്തിലുള്ള മുസ്ലിംകൾ അത് അനുവദിക്കുകയില്ല. ഭരിക്കുന്ന കക്ഷിയായിരുന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായിരുന്നാലും ശരി, പോഷക ഘടകങ്ങളെ നിയമം കയ്യിലെടുക്കാൻ അനുവദിച്ചുകൊണ്ട് നാട്ടിലാകെ കുഴപ്പം സൃഷ്ടിക്കാൻ ആരും മെനക്കെടരുത്. അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കും, അതിൻ്റെ അനന്തരഫലം അപകടകരമാണ്. ആ കാര്യവും കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ സംസാരം കൂടുതൽ നീട്ടുന്നില്ല. സത്യത്തിൽ മഹാന്മാരായ ആളുകൾ, ഔലിയാക്കൾ ഈ ലോകത്തുണ്ട്. അവരിൽ നിന്ന് പല അത്ഭുതങ്ങളും വെളിപ്പെടും. അള്ളാഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകൾ, അഹ്ലു ബൈത്ത്, അവരെ ആദരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിച്ചതാണ്. അവരിൽ നിന്ന് പല ഗുണങ്ങളും ആളുകൾക്ക് ലഭിക്കും. അതൊക്കെ ഇവിടെ മുഖമൂടി അണിഞ്ഞ ആത്മീയതയാണ് എന്ന് ആളുകൾക്കിടയിൽ പറഞ്ഞു പരത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചുരുക്കത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള ആ